കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ജ്വലിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീ കൃഷ്ണാവതാരത്തിൽ ഉദ്ധവദൂത് വരികൾ സഹിതം തുടരുന്നു. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതിയേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ ശിവയേ നമഃ. ഓം നമോ നാരായണായ നമഃ. ഓം ശ്രീ ലളിതാംബികായേ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഉദ്ധവദൂത്. ബുദ്ധിശുദ്ധിയും ജീവജന്തുക്കൾ തന്നിൽ കൃപ കേവലം സമത്വവും ദൈവവിശ്വാസമതും കേവലം സത്വഗുണലക്ഷണങ്ങളുമിവ ഏറെയുള്ളൊരു ഭവാൻ എന്നുടെ ജീവനേക്കാളേറെയുണ്ടടൂ നിന്നെ സ്നേഹമെന്നറിഞ്ഞാലും ആകയാലിന്നോ നമുക്കുപകാരാർത്ഥമായി ഗോകുലത്തിനു ഗമിച്ചങ്ങു ചെന്നൊന്നു വേണം. താതനും മാതാക്കൾക്കും ശോകത്തെ കളയണം. ചേതസിൽ എന്നെ പിരിഞ്ഞിടുക നിമിത്തമായി താപത്തെ പൂണ്ടുമാഴും ഗോപികാജനത്തോടും താപഹീനാർത്ഥമെന്റെ സന്ദേശവാക്യത്തെയും ചൊല്ലി നീ അവർക്കുള്ളിൽ അല്ലലും മോചിപ്പിച്ചു നല്ല മാനസം തേറിച്ചിങ്ങു വന്നീട വേണം. തന്നുടെ പിതൃമാതൃഭർത്തൃബാന്ധവന്മാരെ തന്നെയും സുതരെയും എന്മൂലം ഗോപീജനം നിർമ്മലാത്മാക്കൾ ഉപേക്ഷിച്ചിരിക്കുന്ന മൂലം നന്മകൾ വരുത്തുവാൻ ഞാൻ എന്നെയവർക്കില്ല. ഇങ്ങനെ സന്ദേശമാം വാക്കുകൾ കൃഷ്ണൻ ചൊന്നാൻ. മംഗല നൃപോത്തമാ കേട്ടാലും ഇനിയും നീ മംഗലനൊത്തവനും നാഥന്റെ ആജ്ഞയാലേ മംഗലൻ കൃഷ്ണൻ തന്നെ തന്നുള്ളിലാക്കിക്കൊണ്ട് മംഗലനുത്തവനും നാഥന്റെ ആജ്ഞയാലേ മംഗലൻ കൃഷ്ണൻ തന്നെ തന്നുള്ളിലാക്കിക്കൊണ്ടു തന്നെ തേരിലേറി ഗോകുലേ ചെല്ലും നേരം വന്നിതു സന്ധ്യാകാലമന്നേരം ഗോകുലത്തിൽ വന്നു ഗോവൃന്ദം പശുപാല സംഘങ്ങളോടും അന്നിലമെല്ലാം അപ്പോൾ പാംസുധൂളിതമായി കാളകൾ തമ്മിൽ കുത്തിക്കുതർന്നു ഗോവത്സങ്ങൾ നീളവേ ഓടിക്കൊണ്ടു ധ്വനിച്ചും പൈകറക്കും നാദവും ബാലന്മാർ തൻ വേണുക്കളനാദങ്ങളും ആദരവോടു ദീപം കൊളുത്തിക്കൊണ്ടുവരും.
ഗോപിമാർമേയിൽ അണിഞ്ഞിരിക്കും ഭൂഷണത്തിൻ ദീപശോഭയുമായി വിളങ്ങിയിടുന്നു ചിലർ. ഗോവിന്ദൻ തന്റെ ശീലലീലാദി ഗുണങ്ങളും ഗോപികളാനന്ദത്തോടങ്ങനെ ചൊല്ലുന്നതും കേട്ടു കേട്ടകക്കാമ്പിലേറ്റമാനന്ദം പൂണ്ടു ഗോഷ്ടവാസികൾ പുരം പൊക്കിതുത്തവർദാനം. ഭിത്തികൾ തോറും ദിവ്യമൂർത്തികൾ ചിത്രം കണ്ട് ചിത്തമോഹനം പൂണ്ടു ചെന്നോരുത്തവർ തന്നെ കണ്ടപ്പോൾ നന്ദൻ താനും മണ്ടിച്ചെന്നകം ഭോഗിച്ചിണ്ട തീർത്ഥർഘ്യാദികൾ കൊണ്ട് പൂജിച്ചു. പിന്നെ തന്നെ ശയ്യതന്മേൽ കിടത്തി മാനിച്ചുടൻ വന്നോരു മാർഗഗേതമൊക്കെ നശിപ്പിച്ചു ആദരവോടു ചോദിച്ചിടിനാർ. മമ ജീവനാകിയ വസുദേവനന്ദനന്മാരും നന്നായി മോദത്തെ പൂണ്ട് വസിക്കുന്നിതു മഹാമതേ. നിർദ്ദയൻ കംസൻ തന്നാൽ ക്ലിഷ്ടമാം യദുകുലം ക്ലിഷ്ടത പോയി സുഖമായി വാണിടുന്നതോ. ശിഷ്ടരെ പേടിപ്പിക്ക മൂലമായി കംസം ദാനം നഷ്ടമായതോ ദൈവമതമാർക്കറിയാവൂ. എന്നെയും മാതാവായി മേവിന യശോദയെ തന്നെയും ദിനം പ്രതി ഒന്നിച്ചു വസിച്ചോരു ഗോപാലബാലരെയും ഗോകുലത്തെയും അത ഗോപികാജനത്തെയും ഗോവത്സ വൃന്ദത്തെയും ഗോവർദ്ധനാദ്രിയെയും കാളിന്ദീ തീരത്തെയും ഗോവിന്ദൻ കൃഷ്ണനുണ്ണിയൻ മകൻ മറന്നിതു. കൃഷ്ണനെ കാണാകയാൽ ദുഃഖിച്ച് വസിക്കുന്നോ രുഷ്ണമങ്ങൾക്കു. കൃഷ്ണനെ കാണാകയാൽ ദുഃഖിച്ച് വസിക്കുന്നോ രുഷ്ണമങ്ങൾക്കു തീർപ്പാനി ജനം വസിക്കുന്നോരിന്നിലും കാൺമാനായി വരുമോ നാരായണൻ. വന്നിടുന്നാകിൽ മമ ബാലകൻ മുഖാംബുജം മന്ദഹാസേന കാണായിരുന്നു നമുക്കതും. അന്നു പലതരം ആപത്തു വന്നതെല്ലാം ഒന്നൊഴിയാതെ തീർത്തു രക്ഷിച്ച വൃത്താന്തവും കൽപ്പക വൃക്ഷത്തിനു തുല്യനാം കൃഷ്ണനുണ്ണി അല്പനല്ലവയെല്ലാം എൻ മകൻ മറക്കുമോ. ബാലന്മാരൊരുമിച്ചു കളിക്കും വൃന്ദാവന ദേശങ്ങൾ ഗോകുലവും കാളിന്ദീതടമതും നോക്കുകിലൻ മകനോടുള്ളൊരു വിയോഗത്താൽ വായിക്കുന്നു സന്താപവും പോഷ്കല്ലെന്നറികടോ. സുന്ദരൻ സുശീലനാമൻ മകൻ മുഖത്തെയും മന്ദഹാസവും മൃദുമോഹനവാക്യങ്ങളും എന്നുടെ മനം തന്നിലോർക്കുന്ന നേരത്തിങ്കൽ ഒന്നു ചെയ്തിടുവാനും തോന്നുന്നതില്ലെനിക്കും. രാമകൃഷ്ണന്മാർ ജഗദീശ്വരന്മാരാമെന്നു മാമുനി ഗർഗന്ധാനും എന്നോട് മുന്നം ചൊല്ലി. 10,000 ആനയ്ക്കുള്ള ശക്തിയെ പൂണ്ടൂരതിപാവിയാം കംസം തന്നെയും ചാണൂരാദി അതിവിക്രമന്മാരാം മറ്റുള്ളോരസുരരെ അതിഘോരത്വമാർന്ന പൂതനാദികളെയും അതിവിക്രമത്തോടും കൊന്നതു പാർത്തിടുകിൽ മതിയിൽ നിശ്ചയിക്കാം ഈശ്വരന്മാരെന്നതും. എങ്കിലും സ്നേഹം പാരം നമുക്കെന്നുര ചെയ്തു ശങ്കയെന്നിയെ കരഞ്ഞിടിനാനിടർമുട്ടി
അശ്രുക്കൾ വീഴ്ത്തിക്കൊണ്ട് നിശബ്ദ സംയുക്തനായി വിശ്വനാഥനെ തന്നെ മനസ്സിൽ നിർത്തി നന്ദൻ പുത്രന്റെ ഗുണഗണം വർണ്ണിക്കുന്നതു കേട്ടു. ചിത്തവും അലിഞ്ഞുടൻ മുലയും ചുരന്നിട്ട് ചിത്തത്തിൽ കൃഷ്ണൻ തന്നെ ധ്യാനിച്ചു നേത്രാംബുവും എത്രയും വീഴ്ത്തി വീഴ്ത്തി നിന്നിതു യശോദയും. ഇത്തരം അവരുടെ ഭക്തി കണ്ടുത്തവനും ചിത്തത്തിൽ ബഹുമാനിച്ചാനന്ദാത്മനാ ചൊന്നാൻ. ഇത്തരം കൃഷ്ണഭക്തിയുള്ളോരു നിങ്ങൾ പാർത്താൽ ഉത്തമോത്തമന്മാരാമില്ല സംശയമേതും. മൃത്യു സ്നിഗ്ധ കാലമാനന്ദാമൃതനായ ചിൽ സ്വരൂപനാം കൃഷ്ണം കാക്ഷണമെന്നാകിലും ചിത്തത്തെ സ്മരിക്കലോ മോക്ഷവും വന്നുകൂടും. ഇത്തരം സർവവേദ സമ്മതമെന്നാകയാൽ സർവദാ കൃഷ്ണഭക്തി വണ്ണമുള്ള നിങ്ങൾ നിർവാണ പദം പോകും ജന്മവും സഫലമായി. നമസ്തേ. ഉദ്ധവദൂത് വരികൾ സഹിതം തുടരും നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ഇതുപോലെ ശ്രീമദ് ഭാഗവതം 10 മിനിറ്റ് വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം. അതുപോലെ ഈ പുണ്യമായ നവരാത്രിയിൽ കിളിപ്പാട്ട് രൂപത്തിലുള്ള മലയാളത്തിലുള്ള ദേവി മഹാത്മ്യം വരികൾ സഹിതം പാരായണം തുടരുന്നു. നമസ്തേ.